guys, welcome to Ravis Calicut. Hi guys, good morning and welcome to our new vlog. We are in one of our favorite cities, maybe in the world. ഞങ്ങൾ കാലിക്കറ്റിൽ വന്നിരിക്കുവാണ്. അപ്പോൾ നമ്മൾ കാലിക്കറ്റിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹാള് നോക്കണം എന്നുള്ള ഒന്നും കൂടെ ഒരു ഫൈനലൈസ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു. നമ്മുടെ എക്സിബിഷൻ നടക്കുവാണ് ഓഗസ്റ്റ് 15th and 16th ആസ്പെൻ കോർട്ട്യാർഡിൽ. സോ ആ പേര് പറഞ്ഞു വന്നതാണ്. പക്ഷേ അതൊക്കെ ഒരു 2 മണിക്കൂറിനെ പണിയേ ഉള്ളൂ. അപ്പൊ 2 മണിക്കൂറിന്റെ പണിയേ ഉള്ളൂ. അത് മെയിനായിട്ട് ഫുഡ് അടിയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വയനാട്ടിലൊന്നും പോകണമെന്നുണ്ട്. എൻ്റെ ലൈഫിൽ ഒരു തവണയേ പോയിട്ടുള്ളൂ. അപ്പോൾ ഒരു ദിവസം ഞങ്ങളിപ്പം ഇവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു റാവിസിലൊന്ന് താമസിക്കാം. കാലിക്കറ്റിലെ ബെസ്റ്റ് ഹോട്ടലല്ലേ. അപ്പോൾ ഈ ഹോട്ടൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം, വേർത്ത് ദ ഹൈപ്പ് ആണോ എന്ന് നോക്കാം. വെരി ഹാപ്പി ടു ബി ഹിയർ. അങ്ങനെ നമ്മുടെ കുറെ കാലത്തെ ആഗ്രഹമായിരുന്നു ഈ ഒരു ഹോട്ടലിൽ താമസിക്കണം. അത് ട്രിവാൻഡ്രത്ത് താമസിച്ചിട്ടുണ്ട്, ഇവിടത്തെ താമസിച്ചിട്ടുണ്ടല്ലോ സിറ്റിയിൽ. പക്ഷെ ഈ കടവ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുവരെ താമസിച്ചിട്ടില്ല. പക്ഷെ കാലിക്കറ്റിലെ ഡെഫിനറ്റ്ലി ദ മോസ്റ്റ് യുണീക് പ്രോപ്പർട്ടി. ഒരു എന്താ പറയുക, ഒരു സെപ്പറേറ്റ് സാങ്ച്വറി പോലെ തന്നെ. ശരിക്കും അതുപോലെയാ തോന്നുന്നത്. അപ്പൊ നമുക്ക് റിസോർട്ട് ഒന്ന് ആദ്യമേ കാണിക്കാവേ. ഹോട്ടലിലെ കയറി വരുമ്പോ തന്നെ ഫസ്റ്റ് തിങ് ദിസ് ഡിഫൈൻസ് കേരള എന്നുള്ള ഒരു ഫീലാണ്. ഇതുണ്ടല്ലോ ഏതോ ഇതാണ് ആക്ച്വലി നമ്മുടെ ഫുൾ ഹോട്ടലിന്റെ തീം. എന്താ ഇത്? ഉറു എന്ന് പറയും. ഇത് ആക്ച്വലി ബേപ്പൂരില്ലേ, ഇവിടെ ബേപ്പൂരിലെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബോട്ട്സ് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. അതിന്റെ തീമിലാണ്, അതിന്റെ ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ് ഇതിവിടെ ഫുൾ തീം നമുക്കിവിടെ മൊത്തമായിട്ട് കാണാം. ഉറു അതിനെ കുറിച്ച് ആദ്യമേ തന്നെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടാ. ഉറുവിനെ കുറിച്ചും അതിന്റെ ഹിസ്റ്റോറിക്കൽ ഒറിജിൻസ് ഒക്കെ. ഉറു ബോട്ട്സ്, അതിന്റെ ബോട്ടിന്റെ പേരാണ് ഉറു. ആ ഒരു ടൈപ്പ് ഓഫ് ബോട്ടിന്റെ പേരാണ് ഉറു. ഇപ്പൊ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയില്ലേ, ഇപ്പൊ ഉണ്ടോന്നൊന്നും എനിക്കറിയില്ല, ഇപ്പൊ കാണില്ല. ഇത് പക്ഷെ പഴയ രീതിയിലുള്ള ബോട്ടാണ്, അതിന്റെ ഒരു മോഡൽ. അപ്പൊ ഇനിയിപ്പൊ അത് ഒടിച്ചെടുത്തു. എന്തായാലും നമുക്ക് ലോബി ആദ്യമേ ഒന്ന് കാണിക്കാം. തന്നെ ഈ ലോബിയുടെ സീലിംഗിന്റെ ഹൈറ്റ് അത് തന്നെ വരുമ്പോ തന്നെ ഇത് പഴയ ടൈല് വെച്ചിരിക്കുന്നത്. ഓട് തന്നെ, അത് ടൈല് പോലത്തെ ഓട് കിട്ടും. അതെ, അത് നല്ല ഡിസൈനും ആണ്. സത്യം പറഞ്ഞാൽ ഫാൻ ഇടാതെ തന്നെ ഇവിടെ ചൂടില്ല കേട്ടോ, തണുപ്പ് നിൽക്കും. പിന്നെ ഇതുപോലെ ഫുൾ കേരള ഹെറിറ്റേജിലാണ് അവർ മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഓപ്പൺ ലോബി, ശരിക്കും ഒരു റിസോർട്ട് സ്റ്റൈൽ ലോബി തന്നെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ, ട്രഡീഷണൽ. പക്ഷെ ഹൈലൈറ്റ് വരുന്നുണ്ടല്ലോ ഈ ലോബിയുടെ ഈ ഒരു ഏരിയ എന്നുള്ള വ്യൂ ആ. ലോബിന്ന് നേരെ നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പൂള് കാണാം. അതിന്റെ ബാക്കില് നല്ല പുഴയും. എന്ത് രസം നോക്ക്, നല്ല ഭംഗിയില്ലേ. സോ ബ്യൂട്ടിഫുൾ ദിസ് പ്ലേസ്. ഇത് ഏത് പുഴയാ? ചാലിയാർ റിവർ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. നമുക്ക് എന്തായാലും ആ ഏരിയ ആണ് മെയിൻ ആയിട്ട് കവർ ചെയ്യേണ്ടത്. എന്തായാലും ഞങ്ങൾ ആദ്യമേ ഒന്ന് റൂമിൽ പോയി റൂം ടൂർ ഒക്കെ ചെയ്തിട്ട് നേരെ നമുക്ക് പ്രോപ്പർട്ടി മൊത്തമായിട്ട് കാണാൻ തന്നെ ഭയങ്കര ഒരു ഭംഗിയാ അല്ലേ. അതെ സത്യം. എയർപോർട്ടിൽ നിന്ന് വന്ന് ഇവിടെ താമസിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഒന്ന് കേറുവാണെങ്കിൽ തന്നെ നമുക്ക് കേരളയുടെ എല്ലാ ഒരു തനിമ ഇവിടെ നിന്ന് തന്നെ കിട്ടും. അതെ അതെ. ഇതിന്റെ ഒക്കെ ഡീറ്റെയിലിംഗ് നോക്കി, ഇത് ലൈറ്റ് തന്നെയാണോ എന്ന് അറിയില്ല, പക്ഷെ എന്തൊരു ഭംഗിയല്ലേ. എല്ലായിടത്തും കേരളയുടെ ഒരു ടച്ചാണ് മൊത്തം. നോക്ക് പറയാ, തുളസിത്തറയൊക്കെ വെച്ച് വെച്ചിരിക്കുന്നത്. തുളസിത്തറയുണ്ട്, തുളസിത്തറയുടെ അടുത്തൊരു അട്ടയുണ്ട്. പക്ഷെ ഇതൊക്കെ ഉണ്ടല്ലോ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഒരു കാംനെസ് തരുന്ന ഒരു സാധനമാണ്. ഇതുപോലെയാണ് അവർ മൊത്തം കൺസ്ട്രക്ഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന് ഇത് നോക്ക്, എന്ത് ബ്യൂട്ടിഫുൾ ആ നോക്കി ഈ ഏരിയ ഒക്കെ. ഓ നല്ല രസമുണ്ട് കേട്ടോ ഈ പ്രോപ്പർട്ടി. മരയൊക്കെ വിരിഞ്ഞിരിക്കുന്നു. പ്രിയയുടെ ചിരി പോലെ. എന്തൊരു ഭംഗിയാ. ലോട്ടസ് എന്ന് പറയുന്ന വെള്ളത്തിൽ വളരുന്ന ഒരു ചെടിയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതുവരെ കണ്ട പ്രിയ എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. ഉരുളിയൊക്കെ വെച്ചാണ് അവര് ഫൗണ്ടൻ ചെയ്തിരിക്കുന്നത്. അതന്നെ കംപ്ലീറ്റ് കേരള
ഇത്രയും എന്താ പറയുന്നത് അറ്റൻഷൻ ചെയ്തിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഫിഷ് ഫീഡിംഗ് ഉണ്ട് ഇവിടെ, കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊന്നും നമുക്ക് സമയമില്ല. നമ്മൾ ഒരു ദിവസത്തേക്കല്ലേ ഉള്ളൂ. ഞാൻ റേറ്റ് ഒക്കെ എത്ര കൊടുത്തത് ഞാൻ വ്ളോഗിന് എൻഡിൽ പറയാവേ. ഇത് ആക്ച്വലി മഴ ആയതുകൊണ്ട് ഇവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. പക്ഷെ ഇവിടെ എവിടെയോ നമുക്ക് ഈവനിങ് കോംപ്ലിമെന്ററി കോഫി ഒക്കെ ഉണ്ട്. ഈ റെസ്റ്റോറൻറ്റിലാന്ന് തോന്നുന്നു, കായൽ നോക്കിയിട്ട്. നമുക്ക് ഇവിടുത്തെ മെയിൻ ഭംഗിയുള്ള ഏരിയ തന്നെ പോവാം. ഇത് ഇവിടെ വേറെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. മെയിൻ റെസ്റ്റോറൻറ്റ് ഒക്കെ നമ്മൾ ഡിന്നർ പോകുമ്പോൾ കാണിക്കാമല്ലോ. ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇവിടുത്തെ ഈ വ്യൂ തന്നെയാണ്. അടിപൊളി വ്യൂ ആണ്. ഇറ്റ്സ് സോ കാം. കാലിക്കറ്റ് സിറ്റിയുടെ ഹസിലും ബസിലും മാറി കാലിക്കറ്റിൽ നിന്നുള്ള ഡെഫിനറ്റ്ലി ഏറ്റവും അടുത്തുള്ള ബെസ്റ്റ് സ്റ്റേക്കേഷൻ സ്പോട്ട് ഇത് തന്നെയായിരിക്കും. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം, പക്ഷെ സ്ഥലം അടിപൊളി, നല്ല വ്യൂ. നാരങ്ങ മിഠായി, ഇതെന്താ ഇത്? കടല. ഇത് മിഠായി പോലെയാ, മിഠായി. ആൻഡ് ദെൻ നല്ല പരിപ്പുവട, മുറുക്ക്. ഇത് വേറെ കടല. നല്ല പാട്ട്. ഇടയ്ക്ക് എവിടേക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പോയാട്ടെ. ഞങ്ങൾ വിചാരിച്ചു പുറകെ വരുന്ന ഷെഫ് മാനേജറൊക്കെ വേദുവിന്റെ ബോഡി ഗാർഡായിട്ട് വരും. അത് എവിടെയായിരുന്നു? എവിടെ വെയിറ്റ് ചെയ്യായിരുന്നു? അവിടെയാ, നമുക്ക് ഡ്രസ് മാറണ്ടേ? പോയി പൂളിൽ ഇറങ്ങണ്ട. എന്നാ ബാ. ഇത് പച്ച കളർ പരിപ്പോടെ ഇവിടെ. ഒരുപാട് എന്താ പറയുന്ന ക്രഞ്ചിനെസ് ഉള്ള ഒരു സംഭവം. അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും കപ്പലണ്ടിയാ, കടലയാ, എല്ലാം കൂടെ ഉള്ള ഒരു ഫ്ലേവറും അടിപൊളിയായിട്ടുണ്ട്. ഫീൽസ് ഹെൽത്തി, ഇത്രയും പച്ചയുള്ളത് കൊണ്ട്. മഴയാണ്, എന്നിട്ടും ഇറങ്ങാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഇനി പനി വരുമ്പോൾ എങ്ങനെയാണെന്ന് അറിയാം. കുറേ റിസോർട്ട്സിൽ പോകാനുള്ള കേട്ടോ. കിഡ്സ് പൂളിൽ ജക്കൂസിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സോ ഇത് കിഡ്സ് പൂള്. ഇറങ്ങ. ഓ, ഭാഗ്യത്തിന് ഈ അഡൽട്ട് പൂളിൽ ആരുമില്ല, മഴ ആയതുകൊണ്ടായിരിക്കും. അപ്പോൾ എനിക്ക് സുഖമായിട്ട്, നല്ല വലിയ പൂളാട്ടോ, സുഖമായിട്ട് എക്സസൈസ് പോലെ തന്നെ കുറച്ച് നേരം സ്വിം ചെയ്യാനും പറ്റും. ചെറിയ മഴയുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു. ഏകദേശം 1 മണിക്കൂർ സ്വിം ചെയ്യാൻ പറ്റും. അടിപൊളി പൂളാണ്, ഭയങ്കര വലിയ പൂള്. ആക്ച്വലി മറ്റേ കോളം റാബ് ലീലേനെ കാട്ടി വലിയ പൂളാണ്. അപ്പൊ ഈ റൂം ടൂർ കാണിക്കാൻ ഞങ്ങൾ റൂമിൽ വന്നു. അപ്പൊ ജസ്റ്റ് ഇവിടുത്തെ റൂം കാണിക്കാം. സത്യം പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര ഈ റിസോർട്ടിലെ വാവായിട്ട് തോന്നാത്തൊരു മെയിൻ തിങ് റൂമാണ്. ഇറ്റ് ഈസ് ഓക്കെ, ഇറ്റ് ഈസ് ഗുഡ്. പക്ഷെ നമ്മള് ആ ഒരു ബെഞ്ച് മാർക്ക് വെച്ച് നോക്കുമ്പോൾ നത്തിങ് എക്സ്ട്രാordinary തോന്നുന്നത്. ആൻഡ് ഇത് ബേസ് കാറ്റഗറി റൂം പോലും അല്ല കേട്ടോ. ഞങ്ങളുടെ ലക്കി നമ്പർ തന്നെയാണ് ഞങ്ങളുടെ റൂം 306. ദാറ്റ്സ് 9. Hi guys, welcome to Ravis Kadavu. അതെ. സോ ആദ്യമേ ഞാൻ റൂം കാലിക്കറ്റ്. ഇത് സെക്കൻഡ് കാറ്റഗറി റൂമാണ്, റിവർ വ്യൂ റൂമാണ്. എൻ്റെ അഭിപ്രായത്തിൽ അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും എടുക്കണം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് ടോപ്പ് എൻഡ് ഒന്നും അല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ഇത് എടുക്കണം. അപ്പൊ റൂം ഒന്ന് കാണിക്കാം. ഓക്കെ. സോ ചെറിയ റൂമാണ്, പക്ഷെ വലിയ ബാൽക്കണി. അതാണ് എനിക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത. അപ്പൊ കേറി വരുമ്പോ തന്നെ എന്താ ഇവിടെ വലിയ കേട്ടോ, വലിയ മിററുണ്ട്. നമ്മുടെ റൂം ഇപ്പൊ നീറ്റ് ആയിട്ടൊന്നുമല്ല കിടക്കണേ. നമ്മള് രാവിലെ തന്നെ ചെക്കിൻ ഒക്കെ ചെയ്ത് അൺടൈഡി ആയിട്ടാണ് കിടക്കുന്നത്. സോ കേറി വരുമ്പോ തന്നെ കംഫർട്ടബിൾ ആയ വലിയ ബെഡുണ്ട്, ഹൈജീൻ അടിപൊളിയാണ്, വലിയ ടി വി ഉണ്ട്, പിന്നെ ഒരു വലിയ ഡെസ്ക് പോലെ ഉണ്ട്. എനിക്കത് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. പക്ഷെ എനിക്ക് എന്താണെന്നറിയോ, ഇതിന് ഒരു വാവ് ഫാക്ടർ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നുന്നു. അറിയോ, ആ നമ്മുടെ റിസപ്ഷൻ കണ്ട പോലെ ആ കേരള തീം ഇല്ല. അതായിരിക്കും. ഈ വുഡ് ഉണ്ട് കുറച്ച്, പക്ഷെ അതല്ലാതെ ഒരു വാവ് ഫാക്ടർ ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് എ നോർമൽ റൂം. റത്തന്റെയോ ബാംബൂന്റെയോ അങ്ങനെ, പക്ഷെ മറ്റേ ആ ഗ്രാവസിന് പിന്നെയും തോന്നി അത് നല്ലൊരു കേരള തീം ഉണ്ടല്ലോ. ട്രിവാൻഡ്രത്ത് തോന്നി, പക്ഷെ ഇവിടെ അങ്ങനെ തോന്നുന്നില്ല. നോർമൽ ഹോട്ടൽ റൂം. അതുകൊണ്ട് എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ഒന്നും കാണിക്കാനില്ല. ഹൈജീൻ ഉണ്ടോ ഉണ്ട്, സ്പേഷ്യസ് ആണോ ഉണ്ട്, പക്ഷെ വാവ് ഫാക്ടർ ഉണ്ടോ ഇല്ല. അത് ഈവൻ ഇവിടുത്തെ ഹൈലൈറ്റ് ബാൽക്കണിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. ഭയങ്കര വലിയ ബാൽക്കണിയാണ്. അതുണ്ട്, കറക്റ്റ്. സോ നമുക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ സ്ഥലമുണ്ട് ബാൽക്കണിയിൽ. ഇവിടെ കുറച്ച് ഷെയ്ഡും ഉണ്ട്. ഇത്രയും വലിയ ബാൽക്കണിയാണ്. പക്ഷെ ഇതിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു വ്യൂവും ഇല്ല. So there's no point in balcony. Actually balcony അത്രയെങ്കിലും റൂം എക്സ്റ്റെൻഡ് ചെയ്യണം. അവിടെ വരെ എക്സ്റ്റെൻഡ് ചെയ്താലേ കുറച്ച് വ്യൂ ഉള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം, മഴയാണെങ്കിലും ഓടി കാണിച്ചു തരാം. ഇത് കണ്ട, ഇവിടം വരെ പോയാലേ കുറച്ച് വ്യൂ ഉള്ളൂ. പക്ഷെ ആ വ്യൂ അടിപൊളിയാണ്.
സോ എനിക്ക് ഒരു ഓവറോൾ ഞാൻ പറഞ്ഞ പോലെ ഇതൊക്കെ റൂംസ് ആണ്. ഒരു നല്ലതാണ്, പക്ഷെ വൗ ഫാക്ടർ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല റൂമില്. ആ സമയത്ത് റിസോർട്ടോ അടിപൊളിയാണ്. ടോട്ടൽ റിസോർട്ട് വെച്ച് നോക്കുമ്പോൾ ഫുഡ് നോക്കിയിട്ടില്ല, ബാക്കിയൊക്കെ പൂൾ ഏരിയ, ചായക്കട, റിസപ്ഷൻ, സ്റ്റാഫ് ഇതെല്ലാം അടിപൊളിയാ. പക്ഷെ റൂം മാത്രം ഈ ഒരു ഹോട്ടലിലെ ലെവൽ പോലെ തോന്നിയിട്ടില്ല. ഓക്കെ, സോ ഇനി നമുക്ക് ബാക്കി കുറച്ച് ഏരിയാസും കൂടെ ഉണ്ട്, അതും പോയി ഒന്ന് നോക്കാം. ഓക്കെ, കാണിച്ചില്ല പ്രിയ, ഇതൊക്കെ ഓർക്കണ്ടേ? ബാത്റൂം അങ്ങനെ വലുതായിട്ട് അങ്ങനെ കാണിക്കാന്നുള്ളൂ. എന്നാലും ഇവിടെ വരുന്നവർക്ക് ഒരു ഫുൾ റെഫറൻസ് വേണ്ടേ? ചെറിയ ബാത്റൂം ഉണ്ട്, ഒരു ചെറിയ ക്യൂബിക്കൽ. ചെറുതൊന്നും അല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ബാത്റൂം ആണ്. ഇതുപോലെ ക്യൂബിക്കൽ ഉണ്ട്. ടബ് പ്രതീക്ഷിച്ച് വരരുത്, വിഷമിക്കും, ടബില്ല. ഇത് സെക്കൻഡ് കാറ്റഗറി റിവർ വ്യൂ റൂം ആണ്. ക്ലീൻ ആണ്, ഞാൻ പറഞ്ഞ പോലെ സ്പേഷ്യസ് ആണ്, പക്ഷെ നോ വൗ ഫാക്ടർ. വീണ്ടും അതാ പറയാനുള്ളത്. പിന്നെ നമ്മൾ അയൺ ബോർഡും വാർഡ്രോബ് ഒക്കെ ഉണ്ട്. അതെ. ഇനി ഇവിടുത്തെ ഏരിയ നമ്മളൊന്ന് കാണാൻ വേണ്ടി പോവാണ്. ഇവിടുത്തെ ബാക്കിയുള്ള ഏരിയ ഒക്കെ വീട്ടിൽ പറയും ഇറ്റ്സ് ജസ്റ്റ് ടു കാം ആൻഡ് ബ്യൂട്ടിഫുൾ. ഈ ഒരു ഏരിയ ഒക്കെ നോക്ക്, ഈവനിങ് അത് മഴയും കൂടി ഉണ്ടെങ്കിൽ ആക്ച്വലി ഈ സ്ഥലത്തിൻ്റെ ഭംഗി എലിവേറ്റേ ആവുള്ളൂ കേട്ടോ. അത്രയും രസമാണ് ഇവിടെ. നോക്ക്, ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആ പ്രോപ്പർട്ടി. ഇത് കൊള്ളാമല്ലോ, പ്രിങ്കിൾസ് വെച്ചിരിക്കുന്നു. അതെ, ഇവിടെ ചെറിയൊരു ഗെയിം ഏരിയ ഉണ്ട്, ഒരു ബില്ലിയാർഡ് സ്കൂളുണ്ട്, പിന്നെ ക്യാരംസ് ഉണ്ട്. ക്യാരംസിന്റെ ചാമ്പ്യനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയും. പിന്നെ ഇതുപോലെ ഒരു ഫൂസ് ബോളും ഉണ്ട് ഇവിടെ. ബോളൊന്നും ഇല്ല. അമ്മ തോറ്റു, നമ്മൾ ജയിച്ചു. വാ വാ വാ, നമുക്ക് ഇനി കുറച്ച് അമ്മ വേഗം പോയി കുളിക്കൊക്കെ ചേട്ടാ. നമുക്ക് എന്നിട്ട് ഫുഡ് കഴിക്കാൻ പോകണ്ടേ? അപ്പോഴേക്കും അപ്പ ജിമ്മിൽ പോവാം. പിന്നെ ഞാൻ ഭയങ്കര എക്സസൈസ് ചെയ്തിട്ടുണ്ട്. പ്രിയയുടെ ഫേവറേറ്റ് തിങ്, നല്ല വ്യൂ, നല്ല വെതർ, നല്ല കുന്തിരിക്കത്തിന്റെ മണം. ഇനി ഇരുന്ന് കുറച്ചു നേരം ഇൻസ്റ്റാഗ്രാം നോക്കുക. അതെ, അപ്പൊ ഞാൻ ജിമ്മിൽ പോകുന്നു, പ്രിയ കുറച്ചു നേരം ലൈഫ് എൻജോയ് ചെയ്യാൻ പോകുന്നു. അതെ അതെ. എന്നിട്ട് ഡിന്നർ ടൈം ആകുമ്പോ ഇനി നമ്മൾ ഒരുമിച്ച് കാണുന്നതായിരിക്കും. അപ്പൊ അതിന് അതിന് മുമ്പേ കുളിച്ച് റെഡിയാക്കി ഇരിക്കും. നാളെ രാവിലെ ഇറങ്ങാനുള്ള കേട്ടാ. അതുകൊണ്ട് നേരത്തെ കുളിക്കുക, ഡിന്നറിന് മീറ്റ് ചെയ്യാം. ഞാൻ ജിമ്മിൽ പോവാ, 2 മണിക്കൂർ ജിമ്മില്ലേ. ടൈമില് ഇരുട്ടുമായിട്ടില്ല, ആ സമയത്ത് ലൈറ്റ്സ് ഇട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ, ജസ്റ്റ് ഹെവൻലി. ഇറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. വീണ്ടും ഞാൻ പറയാണ്, ദി ടേക്ക് കെയർ ഓഫ് ദി റിസോർട്ട് വെരി വെൽ. ഭയങ്കര നല്ല മെയിൻറ്റെയിൻഡ് ആയിട്ട് എനിക്ക് തോന്നി. പഴമയുണ്ടെങ്കിലും മെയിൻറ്റെയിൻഡ് ആണ്. ആ ഗ്രീനറിയും വെള്ളവും ആൻഡ് ചെറിയ പ്രോപ്പർട്ടിയോ അതേ പോയിക്കുന്നത്. കൊതുക് വരില്ല കണ്ടാ. ഞാൻ റൂമിൽ പോകുന്നതിന് മുമ്പേ പ്രിയ ഒരു സാധനം കണ്ടു. അപ്പം അതും കൂടെ ഒന്ന് കാണിക്കാം. അതും ഉണ്ട് കേട്ടോ ഇവിടെ. കഫ്താൻസ്, ചെറിയൊരു ക്രാഫ്റ്റ് ഷോപ്പ്, ലൗഞ്ച് ബാർ കണ്ടില്ലല്ലോ, അതൊന്ന് പോയി കാണണം. മാഗ്നറ്റ്സ്, നൈസ് നോ. ഒരു കാശ്മീർ, ആ ഒരു കാശ്മീർ തന്നെ, അതാ ഒരു കാശ്മീരി സ്റ്റോൾ പോലെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ കാണുന്നു അല്ലേ അല്ലേ? നൈസ് നോ. ഹാൻഡിക്രാഫ്റ്റ്, കുറച്ച് കഫ്താൻസ്. ഇത് നോക്ക്, ഇത് തല, ബുള്ളിന്റെ തല ഇവിടെ. അടിപൊളി അല്ലേ? സാധനങ്ങളുണ്ട് കേട്ടോ, ബാഗ്സ്, അതുപോലെ തന്നെ ഇതുപോലെ ആൻറ്റീക് പീസസ് പോലത്തെ, പിന്നെ ഇതുപോലത്തെ മാറ്റ്സ്, വെരി നൈസ്. ജെം സ്റ്റോൺസ്, ഇതൊക്കെ ജെന്യുവിൻ സാധനങ്ങളും ആയിരിക്കും, കാരണം റാവൽസിലല്ല നടത്തുന്നത്. അപ്പുറത്തെ ലോഞ്ച് ബാറുണ്ട്, അതൊന്നും കയറി നോക്കണ്ടേ? ഭയങ്കര ആംബിയൻസ് ആട്ടോ. അപ്പുറത്ത് ഇതുപോലെ ലേക്ക് വ്യൂ അല്ല റിവർ വ്യൂ ആണ്. ഭയങ്കര കോസി, ഒരു ഇംഗ്ലീഷ് പബിന്റെ ലുക്ക് അല്ലേ? വെരി നൈസ്. എല്ലാ ഏരിയയും കൊള്ളാം. നാടൻ ഫീൽ ഇല്ല. ആ ഫുട്ബോളും ക്രിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കാണുകയും ചെയ്യാം. നല്ല ക്ലാസ് ആയിട്ടുണ്ട് ഏരിയസ് ഒക്കെ, അടിപൊളി.
സോ അവരവിടെ ഇരുന്നു, ഞാൻ ജിമ്മിൽ പോവാണ്. എനിക്കിപ്പോൾ ഇതുപോലത്തെ കോഡ് സെറ്റ്സ് ഭയങ്കര വീക്ക്നെസ് ആണ്. വിയറ്റ്നാമിൽ നിന്ന് ഞാൻ 3 വാങ്ങി. ഒരു ഡിസൈനർ കോഡ് സെറ്റ്സ് പോലത്തെ സംഭവങ്ങൾ, ബ്രാൻഡഡ് അല്ല പക്ഷേ ഡിസൈനർ, നല്ല സംഭവങ്ങൾ. ഞാനത് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഇതുപോലെ മലേഷ്യയിൽ നിന്നോ ചൈനയിൽ നിന്നോ എവിടെ നിന്നോ വാങ്ങിയതാണ്. സോ കോഡ് സെറ്റ്സിന് ഇപ്പോൾ എനിക്ക് ഭയങ്കര ക്രേസ്, എസ്പെഷ്യലി ഷോർട്സ് ഉള്ളത്. അപ്പോൾ എന്തായാലും കോഡ് സെറ്റ്സ് ലവേഴ്സ് കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും ഡ്രസ്സ് മാറി നേരെ ജിമ്മിൽ പോവാം. ജിമ്മും ആക്ച്വലി അടിപൊളി ജിമ്മാണ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ ഞാൻ ഇവിടുത്തെ ഹെൽത്ത് ക്ലബ് ഒന്ന് കാണിക്കാമേ. അത്യാവശ്യമല്ല, ഓൾമോസ്റ്റ് ഒരു നല്ല ഒരു ജിമ്മാണ്, ഒരു ഹോട്ടൽ സ്റ്റാൻഡേർഡ്സ് വെച്ച് നോക്കുമ്പോൾ. അതുപോലെ ഇവരിവിടെ ടവൽസ്, യോഗ മാറ്റൊക്കെ വെച്ചിട്ടുണ്ട്, വെള്ളമുണ്ട് വിത്ത് ഡിസ്പോസിബിൾ ഗ്ലാസ്സസ്, ആൻഡ് ദെൻ 2 മറ്റേ എലിപ്റ്റിക്കൽ, ഒരു സൈക്ലിംഗ്, 2 സൈക്ലിംഗ്, ഒരു റോ, പിന്നെ അതെന്തിനുള്ളതാവോ ആ മെഷീൻ, അത് മസാജാണെന്ന് തോന്നുന്നു ആ സാധനം, മെഷീൻ മസാജ് ചെയർ, അല്ലെങ്കിൽ ആർക്കെങ്കിലും നമുക്കൊന്ന് മസാജ് ചെയ്യണമെങ്കിൽ. പിന്നെ ഇതാണ് വേറെ ഏരിയ. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് കാര്യം ഞാൻ കണ്ടേ, 2 ബെഞ്ചുണ്ട്. ഇതിൽ കണ്ട ഇത് മറ്റേ പല എക്സസൈസും ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. പക്ഷേ ഇതിൽ വെയിറ്റ് കൂട്ടുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 0 വെയിറ്റാണ്. ഓരോ വെയിറ്റ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. സാധാരണ നമ്മളിങ്ങനെ വെയിറ്റ്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ വെയിറ്റ്സ് ആഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അത് ആദ്യമായിട്ടാണ് കാണുന്നത്. ആൻഡ് ദെൻ 2 ത്രെഡ്മില്ല്, ബാർസ്, ഫ്രീ വെയിറ്റ്. സുഖമായിട്ടൊരു വെക്കേഷൻ വരുന്നവർക്ക് ഇത്രയും മെഷീൻസ് ധാരാളമുള്ളൂ, ഇൻക്ലൂഡിങ് ലെഗ്സിൻ്റെ വേറെ മെഷീനും ഉണ്ട്. സോ അത്യാവശ്യം നല്ലൊരു ജിമ്മാണ്. അപ്പോൾ ഒരു 45 മിനിറ്റ്സ് വർക്കൗട്ട്. അപ്പോൾ ഇതിൽ TV സ്ക്രീൻ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ എന്നാലും നല്ല ത്രെഡ്മില്ലും ആണ് ഗൈസ്. അപ്പോൾ ജിമ്മും ചെയ്തു. ഇവിടെ സോന ഉണ്ടായിരുന്നു കേട്ടോ, സോന ബാത്തും എടുത്തു. ഫീലിംഗ് വെരി റിഫ്രഷ്ഡ്, വെരി ഹാപ്പി. ഞാൻ ഇപ്പം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, നേരത്തെ ഇപ്പോൾ ട്രാവലിംഗ് അല്ലേ, തിരിച്ചു വന്നിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫ്രൈഡേ ആയിക്കഴിഞ്ഞാൽ എന്നാൽ മൺഡേ തുടങ്ങാം. ഇപ്പം അങ്ങനെയൊന്നുമില്ല. എങ്ങനെയെങ്കിലും ആഴ്ചയിൽ 4 ദിവസം ജിം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ജിം ഇല്ലെങ്കിൽ റൂമിൽ എക്സസൈസ് ചെയ്യുക. ആൻഡ് പൂൾ ഉണ്ടെങ്കിൽ അഗെയിൻ നല്ല പൂളാണെങ്കിൽ അത്യാവശ്യം സ്വിം ചെയ്യുക. ഇതൊക്കെ എവിടെയാണെങ്കിലും ഞാൻ ടയേർഡ് അല്ലെങ്കിൽ എക്സോസ്റ്റഡ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 4 to 5 days a week, എനിക്ക് 4 days മതി ആക്ച്വലി, 4 days a week ചെയ്യാൻ നോക്കും. അപ്പോൾ ഹോപ്പ്ഫുള്ളി കുറച്ച് നാളിനുള്ളിൽ റിസൾട്ട് കാണാൻ പറ്റും. എന്തായാലും മെയിൻ കാര്യം ഇവിടുത്തെ ഫുഡ് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. റെസ്റ്റോറൻറ്റിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ഉൾപ്പെടെയുള്ള പാക്കേജാണ്. ഒരു കേരള റെസ്റ്റോറൻറ്റ് തീമാണ്, വലിയ ബുഫയാന്ന് തോന്നുന്നു. ഇത് നമുക്ക് ഇൻക്ലൂഡഡ് ആണ്. ആദ്യം എന്തൊക്കെയുണ്ടെന്ന് പറയാം. കുറേ ഫ്രൈയംസും ഉണ്ട്, കൊണ്ടാട്ട മുളകുണ്ട്, ബസ്മതി റൈസ്, ടൊമാറ്റോ റൈസ് അതൊന്നും പൊതുവെ കാണാത്തതാണ്. ആൻഡ് ദെൻ വി ഹാവ് സം ബേൺഡ് ഗാർലിക് നൂഡിൽ, പല ബേൺഡ് ഗാർലിക് നൂഡിൽസ് ഉണ്ട്. തായ് ഗ്രീൻ കറി, അതും കൊള്ളാമല്ലോ, പക്ഷെ അത് വെജിറ്റബിൾ ആണ്, അല്ലെങ്കിൽ കുറേ എടുത്താൽ. ഇത് ബ്രേക്ക്ഫാസ്റ്റ് കാണുന്ന സാധനമാണ്, പക്ഷേ ഹേർബ് ക്രസ്റ്റഡ് പൊട്ടേറ്റോ, പനീർ കോഫ്ത കറി, ഐറ്റംസ് ആണ്, ദാലൊക്കെ. അല്ലാതെ ഇത് ഒരു സ്റ്റേക്ക് പോലത്തെ ബീഫ്, ഫിഷ് മാംഗോ കറി ആൻഡ് മുർഗ് കോലാപൂരി. ഓക്കെ, ഇത്രയാണ് മെയിൻ കോഴ്സ് ഉള്ളത്. ലൈവ് കൗണ്ടേഴ്സിൽ പാനിപ്പൂരി ഉണ്ട്, പാസ്താസ് ഉണ്ട്, അപ്പം ഉണ്ട്, പുട്ടുണ്ട്, അതുപോലെ തന്നെ അതിനുള്ള കടലക്കറിയും സ്റ്റൂവും ഉണ്ട്. ഇതൊരു സ്റ്റാർട്ടർ കൗണ്ടറാണ്. നത്തോലിയും ചിക്കൻ കബാബ്, മലായ് കബാബ് കൊള്ളാമല്ലോ. ഗോബി 65, വെജ് സ്പ്രിംഗ് റോൾ ആൻഡ് സം ബേബി കോൺ ആൻഡ് അണിയൻ റിങ്സ്. വാവ്. പിന്നെ അതല്ലാതെ എനിക്കൊന്ന് കോഫിയൊക്കെ ഇവിടെ അൺലിമിറ്റഡ് ആണ്. ജ്യൂസും ഉണ്ട്, പാഷൻ ഫ്രൂട്ടിൻ്റെ. ടാർട്ട്, കേക്ക്, ചോക്ലേറ്റ്, കോഫി പുഡിംഗ്, ഇത് വേറെ കേക്ക്, ഫ്രൂട്ട്സ്, ഒരു കേക്ക്, രസഗുള്ള, കോയ ബർഫി, ആൻഡ് ദെൻ ഇവിടെ കുറച്ച് ഐസ്ക്രീംസ് ഉണ്ട്. 3-4 ഫ്ലേവർ ഐസ്ക്രീം ഉണ്ട്, പിസ്ത. പിന്നെ ഇവിടെ കുറച്ച് സാലഡ്സ് ഉണ്ട്, മിക്സഡ് സാലഡ്സ്. അമേസിങ്. ഇതെന്തായാലും എനിക്ക് എടുക്കണം. ഐ ലവ് മഷ്റൂം, ക്രീം ഓഫ് മഷ്റൂം, ചിക്കൻ മോൺചോസു. ഓഹോ, കന്നിയുണ്ട്, കന്നി, പയറ്, കപ്പ, മീൻ മുളകിട്ടത്. ഇത്രയാണ് ഡിന്നർ മെനു. അത്യാവശ്യം നല്ലൊരു മെനു ആണ്. പക്ഷെ ആദ്യമേ ഇതെടുക്കും, ചിക്കൻ എടുത്തു, കോൺ എടുത്തു, നത്തോലി എടുത്തു, സൂപ്പ് എടുത്തു, ഓണിയൻ റിങ്സും എടുത്തു. പക്ഷെ അത് കുറച്ച് തണുത്ത് പോയേ. അതാണ് ഈ ബുഫയുടെ പ്രശ്നം. കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ആ ക്വാളിറ്റി നമുക്ക് കിട്ടില്ല ഇങ്ങനത്തെ ഐറ്റംസിനൊക്കെ, ക്രിസ്പി ഐറ്റംസിന്. ആദ്യമേ ഈ കോൺ നോക്കട്ടെ. വെരി ടേസ്റ്റി മസാല. പക്ഷെ ഇത് തന്നെ ആ ഒരു ചൂടും ആ ഒരു ക്രിസ്പിനെസ്സും ഇല്ല. അല്ലെങ്കിൽ ഒരു BDF ചൈനീസ് BDF ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടിയാണ്. ഇതും അടിപൊളി മസാല, പക്ഷെ ഒടിഞ്ഞിരിക്കുന്നു. നല്ല മൊരിഞ്ഞിരിക്കണ്ടേ, ഇത് ഒടിഞ്ഞിരിക്കുന്നു. ഓക്കെ, ഓ യാം.
ഭയങ്കര തന്തൂർ ഫ്ലേവർ, സ്മോക്കിനെസ്, ഭയങ്കര സ്മോക്കിനെസ്സും ഉണ്ട്. നല്ല ക്രീം, ഭയങ്കര ഡെലിഷ്യസ്. ഇതിന് ചൂടില്ല, പക്ഷെ ഇറ്റ്സ് വെരി ജ്യൂസി, ഡ്രൈ അല്ല. എനിക്കൊന്ന് തൈ പീസസ് ആണ് എനിക്ക് കിട്ടിയത് ഭാഗ്യത്തിന്. സൂപ്പർസ് ആക്ച്വലി ക്വൈറ്റ് നൈസ് കേട്ടോ. നല്ല ചൂടുണ്ട്. ഇറ്റ്സ് സോ തിക്ക്. നല്ല മഷ്റൂമിന്റെ ഫ്ലേവർ ഉണ്ട്. പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഇതുപോലെ നല്ല ബ്ലാക്ക് പെപ്പറും ഉണ്ട്. സോ ഇതെല്ലാം ഉള്ളത് കൊണ്ട് ഇറ്റ്സ് വെരി ഫ്ലേവർഫുൾ. ഓൾമോസ്റ്റ് ഒരു കുറുക്കിന്റെ ടെക്സ്ചറാണ്. ഞാൻ കുറച്ച് ബീഫിന്റെ ഒരു സ്റ്റേക്ക് പോലത്തെ എന്തോ ഒരു ബ്ലാക്ക് ബീൻ സോസിൽ അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. കുറച്ച് ലേഡീസ് ഫിംഗർ എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ മീൻ ഉണങ്ങിപ്പോയത്. ഇതിപ്പോൾ ഭയങ്കര മുരിഞ്ഞ് ഫ്രഷ് ആയിട്ട് അവർ കൊണ്ടിട്ടു. അപ്പം ഇങ്ങനെ കിട്ടിയാലാണ് ഭാഗ്യം. നേരത്തെ ചിലപ്പോൾ എനിക്ക് ലാസ്റ്റ് പീസ് കിട്ടിയോണ്ടായിരിക്കും ഈ ചിക്കൻ വീണ്ടും എടുത്തു. വേദുവിന് നല്ല ബട്ടർ ചപ്പാത്തി എന്ന് പറഞ്ഞാൽ ബട്ടറിൽ കുളിപ്പിച്ച ചപ്പാത്തി കിട്ടി. അതിൻ്റെ കൂടെ കുറച്ച് പനീർ കോഫ്ത കറി. ഇതൊന്നും ഞാൻ കാണിച്ചു തരാം എന്ത് മുരിഞ്ഞിരിക്കുന്നു. ഇതാണ് ഉലുവ ഫ്രൈ. ഇനി കുറച്ച് ബീഫും നോക്കട്ടെ. എനിക്കിപ്പോൾ റൈസും നൂഡിൽസിനും അങ്ങനത്തെ ഐറ്റംസോടൊന്നും ഒരു താല്പര്യമില്ല. കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് മെയിൻ തിങ്. നല്ല ടെൻഡർലോയിൻ പീസസ് ആണ്. വെരി ഗുഡ് കട്ട് ഓഫ് ബീഫ്. കുറച്ച് സ്വീറ്റ് സോയ, ഭാഗ്യത്തിന് കുറേ ക്യാപ്സിക്കം ഒന്നുമില്ല. കുറച്ച് ചില്ലീസ് ഇട്ടിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഡെലിഷ്യസ്. ഇതെനിക്ക് വലിയ ഇഷ്ടമായില്ല കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചു ഭയങ്കര ഫ്ലേവർഫുൾ ആയിരിക്കുന്നു. പക്ഷെ ഇത് വെറുതെ എല്ലാം കൂടെ ഇട്ട് അധികം മസാലയൊന്നും ഇല്ലാതെ ഈ ലേഡീസ് ഫിംഗറിന്റെ ഒരു ഫ്ലേവർ ഇതിൽ കിട്ടുന്നില്ല. കൂടുതൽ തക്കാളിയുടെ ഫ്ലേവറാണ് കിട്ടുന്നത്. എന്റെ മിസ്റ്റേക്ക് ആയിരുന്നേ. ഇപ്പൊ അനിയൻ ഡ്രിങ്ക്സിനും ചൂടുണ്ട്, ക്രിസ്പിയാണ്. മീൻ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അവർ റീഫിൽ ചെയ്തതിൻ്റെ ആയിരുന്നു. സോ ഐ വോണ്ട് ടു കറക്റ്റ് മൈ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞ ടേസ്റ്റ് അടിപൊളിയായിരുന്നു. ചൂടോടെ കഴിക്കാൻ പറ്റിയാൽ അടിപൊളി ക്വാളിറ്റിയാണ്. വേദുവിന് കുറച്ച് ചിക്കൻ കോലാപ്പൂരി എടുത്തു. കണ്ടിട്ട് കൊള്ളാം. എരിവുണ്ടോയെന്നൊരു ഡൗട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ബട്ടർ ചപ്പാത്തി, ചിക്കൻ കോലാപ്പൂരി. കുറച്ച് എരിവുണ്ട്. ഒരു രാജസ്ഥാനി ഫ്ലേവറൊക്കെ. ഈ ഡ്രൈഡ് ചില്ലീസ് ഇല്ലേ, ചുമന്ന മുളക്, അതിൻ്റെ ഒരു ഫ്ലേവറാണ്. അവന് കഴിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ കൂടെ ശരിക്കും കുറച്ച് ബസ്മതി റൈസ് ഇത് മാത്രം മതി. ഫുഡിന് അടിപൊളി ക്വാളിറ്റിയാണ്. ഇനി ഡിസേർട്ട് നോക്കണം. ഫുഡിന് അടിപൊളി ക്വാളിറ്റിയാണ്. പാനിപ്പൂരിയും വന്നിട്ടുണ്ട്. പ്രിയനെ നോക്കിക്ക് എന്നെ കൊതിപ്പിക്കാനാന്ന് തോന്നുന്നു. ഡാഡിയൊക്കെ ഇത് കണ്ടിട്ടുണ്ടല്ലോ, കൊതിച്ച് വായന തുപ്പല് തെറിച്ച് ചിലപ്പോൾ മമ്മിയുടെ മുഖത്തൊക്കെ തുപ്പല് തെറിച്ച് കാണും. പിന്നെ അത്രയും ഉണ്ട്. നോക്കിക്കേ, ഉപ്പേരി, നല്ല നെയ്മീൻ കറി, നല്ല ഡേറ്റ്സ് പിക്കിളും ചോറും തൈരും. ഓ, ആ മീൻകറി എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ഞാൻ ആക്ച്വലി ഒന്ന് കുറച്ചെടുത്ത് നോക്കട്ടെ. ചോറിൽ ഗ്രേവി ഇട്ട് തൈരും ഇട്ട് അതുപോലെ കുറച്ച് മീൻകറിയും വെച്ച് ഒരു ഉപ്പേരി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് തനി കേരളം അല്ലെ, കേരള ഇൻ അവർ ഹാൻഡ്സ്. എന്തൊക്കെ വന്നാൽ നമ്മുടെ ചോറും മീൻകറിയും. ആ ചിലർ പറയും തൈരും മീൻകറിയൊന്നും കഴിക്കരുത് കേട്ടോ. ഞാനൊക്കെ 10-30 വർഷമായിട്ട് അങ്ങനെ തന്നെയാണ് കഴിക്കുന്നത്. ഒരു കുഴപ്പവും എനിക്കുണ്ടായിട്ടില്ല. സംഭവം അടിപൊളിയാണ്. ഡെസേർട്ടിൽ എനിക്ക് കുറച്ച് കുഴപ്പമില്ലാന്ന് തോന്നിയ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. സോ ആദ്യമേ ഇവരുടെ കോഫി പുഡിംഗ് ആണ്. ഇതൊരു കാരമൽ പുഡിങ്ങിൽ കോഫി ഫ്ലേവർ ആഡ് ചെയ്ത പോലെ ഉണ്ട്. നോക്കട്ടെ. അതന്നെ കാരമൽ പുഡിങ്ങിലും എസ്പ്രസോ ആഡ് ചെയ്ത പോലെ. ബട്ട് ഇറ്റ്സ് വെരി നൈസ്. ടെക്സ്ചർ ഇസ് നൈസ്. ഓവർ സ്വീറ്റ് അല്ല. കോഫിയുടെ ബിറ്റർനെസ് ഉണ്ട്. ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. ഇനി അടുത്ത ചീസ് കേക്ക്. കുറച്ച് സ്ട്രോബെറി ചീസ് കേക്ക് നോക്കട്ടെ. കണ്ടിട്ട് അടിയിലെ ക്രസ്റ്റ്, ചീസ്, മുകളിൽ സ്ട്രോബെറി എന്താ പറയുന്നത്, അതിൻ്റെ ഒരു സ്പ്രെഡ് പോലെ, ജാം പോലെ. കണ്ടിട്ട് കുഴപ്പമില്ല. റിയലി ഗുഡ്. നല്ല ക്വാളിറ്റി. അതിൻ്റെ മുകളിലുള്ള ഒരു ക്രീമുണ്ട്, ഞാൻ കാണിച്ചു തരാം. അത് അവോയ്ഡ് ചെയ്താ. അടിയിലെ ക്രസ്റ്റ് അത്യാവശ്യം ബട്ടറിയാണ്. ഈ ക്രസ്റ്റ് ഓക്കെയാണ്, ചീസ് ഓക്കെയാണ്. ഇത് ഓബിയസ്ലി പ്രിസർവ്ഡ് സ്ട്രോബെറി എന്തോ ആണ്. പക്ഷെ ഇത് ഒരു കാര്യമില്ല. മൂങ് ദാൽ കി ഹൽവ ഇതെങ്ങനെയുണ്ട് നോക്കട്ടെ. ഓ, ഇഷ്ടമില്ല. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യാട്ടാ. സർവീസ് ഒരു 6 or 7 out of 5 കൊടുക്കാമെങ്കിൽ അത് കൊടുക്കാൻ.
ഭയങ്കര സർവീസ് ആണ്. ചിരിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അവരെ കൊണ്ട് പറ്റുമെങ്കിൽ അവർ ചെയ്യും. അതേ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ചോറ് ചോദിച്ചു, ബുഫേലില്ല, ഓക്കെ അത് തന്നു. അതിന് പ്രിയക്ക് രസഗുള എടുത്തു, ബർഫി എടുത്തു, പായസം ഉണ്ടോ എന്ന് ചോദിച്ചു, നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പൊ ഉണ്ടാക്കുവാണോ അതോ എന്താണെന്ന് അറിയില്ല, അടപ്രഥമൻ പ്രിയക്ക് കൊണ്ടുപോയി തരാവുന്ന ഒരു കപ്പ്. അതൊക്കെ ലൈക്ക് എക്സ്ട്രാordinary ആണ് കേട്ടോ. ഗോയിങ് ഔട്ട് ഓഫ് ദി വേ ടു മേക്ക് ദ ഗസ്റ്റ് ഹാപ്പി. ഔട്ട്സ്റ്റാൻഡിങ് സർവീസ്. വന്നപ്പോ തൊട്ടേക്ക് ഇത് പറയണമെന്നുണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് സർവീസ് ആ സ്റ്റാഫുകൾ. ഞാൻ ഒട്ടും രസഗുള ഫാൻ അല്ല കേട്ടോ. ബട്ട് മൈ ഗുഡ്നസ്, ഇത് വായിലിട്ട മനസ്സിലിട്ട് പൊട്ടി എന്ന് പറയില്ലേ, ഇത് വായില് മറ്റേ എന്താ പറയുന്നത്, ഈ കരിക്ക് വല്ലതും പൊട്ടി എങ്ങനെയാണ് അതുപോലെ അത്രയും ജ്യൂസിയാണ്. ഇറ്റ്സ് സോ ഗുഡ്. ഞാൻ പോയി എടുക്കാൻ പോകും. ഇത് പ്രിയയുടെ നിന്ന് എടുത്താൽ നോർമലി ഐ ഡോണ്ട് ലൈക്ക് ദിസ്, ബട്ട് ഇറ്റ് ഇസ് സോ ഗുഡ് ദാറ്റ് ഐ ഹാവ് ടു ട്രൈ അറ്റ്ലീസ്റ്റ് 2. രാത്രി നല്ല രസമുണ്ട്. ഞാൻ പറഞ്ഞ ലോബി ആണെങ്കിലും അതുപോലെ തന്നെ ഈ ഒരു ഏരിയ ഒക്കെ ആണെങ്കിലും നമുക്ക് നമ്മുടെ ബാൽക്കണിയും കൂടെ ഒന്ന് പോയി നോക്കാം രാത്രി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ നമ്മുടെ ബാൽക്കണിയും കൂടെ ഒന്ന് പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. രാത്രി വലിയ ഫീലൊന്നും ഇല്ല കേട്ടോ, നമുക്കൊന്നും കാണാൻ പറ്റില്ല. മറ്റേ ലീലയിലേക്ക് ആകുമ്പോൾ കടലിൻ്റെ സൗണ്ടും ആ ഒരു എന്താ പറയുക, അവിടെ ആ കടലിലേക്ക് ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അതൊക്കെ നമുക്ക് ഭയങ്കര രസമാണ്. ഇത് രാത്രി ഇറ്റ്സ് ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഫ്ലാറ്റിൽ നിന്നുള്ള ഒരു സാധാരണ ബാൽക്കണി വ്യൂ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പം നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കാണിക്കാം. ഈ വീഡിയോ ഇങ്ങനത്തെ ഞാൻ ഹോട്ടൽ റിവ്യൂസ് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു റെഫറൻസ് ആവുന്നുള്ള രീതിയിലാണ്. സോ ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ഇങ്ങനത്തെ സ്ഥലത്ത് താമസിക്കാൻ പറ്റുന്നതും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ. പക്ഷേ ക്രിട്ടീക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണുന്നവർക്ക് കറക്റ്റായിട്ടൊരു ഇമ്പ്രഷൻ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്രിട്ടീക്ക് ചെയ്യുന്നത്. സോ എന്തായാലും നാളെ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ കണ്ട് ഒരു ഓവറോൾ കൺക്ലൂഷനും എനിക്ക് എത്ര റേറ്റിന് ഹോട്ടൽ കിട്ടിയെന്നും ഞാൻ പറയാം. സോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് 1 ഡേ ഉള്ളു റാവൽസിൽ. നല്ല ഉറക്കമാണ്. അത് ഇങ്ങനത്തെ അടിപൊളി ഹോട്ടലിൻ്റെ ഒരു മെയിൻ അണ്ടർ റേറ്റഡ് ബെനിഫിറ്റ് എന്താണെന്ന് അറിയോ? ബെഡിൻ്റെ ക്വാളിറ്റി. ഇറ്റ് ഇസ് സോ ഗുഡ്. നല്ല സൈലൻറ്റ് സ്ലീപ്പായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വയനാട്ടിലേക്ക് പോവാണ്. അവിടെ കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കിടിലൻ സ്ഥലത്താണ്. എനിക്ക് വയനാട്ടിലേക്ക് പൊതുവെ പോവും, ഞാൻ പറഞ്ഞില്ലേ ലൈഫിൽ സെക്കൻഡ് ടൈമേ പോകുന്നത്. അപ്പോൾ വയനാട്ടിലേക്ക് പോകാനും ഭയങ്കര എക്സൈറ്റഡ്. കുറേ കാലം ആഗ്രഹിച്ച ഒരു സ്ഥലത്തുമാണ് താമസിക്കുന്നത്. റീൽസും അങ്ങനെയൊന്നും അധികം കണ്ടിട്ടില്ലെങ്കിലും അതിനെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. സോ അങ്ങോട്ടാണ് പോകുന്നത്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ എന്താണെന്ന് നോക്കിയിട്ട് ഈ ഹോട്ടലിൻ്റെ കൺക്ലൂഷനും റേറ്റ്സ് ഒക്കെ പറയാമേ. ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ ഒരു 7:30 ആ ടൈമിലൊന്നും ആരും അധികം കാണില്ലല്ലോ. എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കാം. സ്റ്റൂ പപ്പ എന്തായാലും കാണും. ആ വാവ്, ഫസ്റ്റ് ഓഫ് ഓൾ നല്ല മ്യൂസിക്, ചൂട് പൊങ്കല്, പിടി. ഓ വാവ്, ഇതൊന്നും അങ്ങനെ കാണാറേ ഇല്ല കേട്ടോ. ദോശ, ഉഴുന്നുവട, സാമ്പാർ, ഇതെന്താ മോമോസ, ഇഡ്ഡലി, ഓക്കെ, പനീർ പൊറോട്ട. ഹിന്ദിക്കാർ ഇവിടെ കുറേ വരുന്നുണ്ട്. അവരുടെ മെനുവിലും അങ്ങനത്തെ കുറേ ഐറ്റംസ് കാണും. ബീൻസ്, വെജിറ്റബിൾസ്, സോസേജും ഫ്രഞ്ച് ടോസ്റ്റും, നൈസ്, ചിക്കൻ കറി. ഇതും അതിങ്ങനെ കാണാത്തൊരു സംഭവമാണ്. വാവ്, മഷ്റൂം സോസും ഗ്രിൽ ചിക്കനും. അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. ഇവിടെ ചോക്ലേറ്റ് സോസസ് ഒക്കെ ഉണ്ട്, വാഫിൾസ്, എഗ് കറി, ബോയിൽഡ് എഗ്. ഇവിടെ ലൈവ് കൗണ്ടർ, ചായ ആൻഡ് കോഫിയൊക്കെ നമുക്ക് കിട്ടുവേ. ഇവിടുത്തെ എപ്പോഴും ഇത് കാണും കേട്ടോ. ചക്കവരട്ടിയതും മറ്റേ ഉപ്പേരിയും, പിന്നെ വൈറ്റ് പംകിൻ ജ്യൂസ്. ഞാൻ അത് ഇതുവരെ കുടിച്ചിട്ടില്ല, ഫ്രഷാണ്. പിന്നെ നമ്മുടെ അറബിക് കുറച്ച് മെസിയ പ്ലാറ്റർ പോലെ ഉണ്ട്. ക്യാരറ്റ് ചട്നി, അത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. പിന്നെ കുറച്ച് കോൺഫ്ലേക്സും മുസ്ലിയൊക്കെ. ഇൻ്റർനാഷണൽ ബുഫേയുടെ സ്റ്റാൻഡേർഡ് ഉണ്ട്. പൈനാപ്പിളും കുറച്ച് ഫ്രൂട്ട്സ്, യോഗേർട്സ്, ഫിനുഗ്രീക്ക് വാട്ടർ. അത് കൊള്ളാമല്ലോ, പ്രിയ സാധാരണ കുടിക്കുന്നതാണ്. ഡീടോക്സ് വാട്ടർ, ലസ്സി, വനില മിൽക്ക് ഷേക്ക്. അടിപൊളി ബുഫേ കാണാൻ. We have some breads, cheese croissant, plain croissant, donuts, berliners വരെയുണ്ട്. ആൻഡ് ദെൻ അലുവ, കോഴിക്കോട് വന്ന അലുവ, ആൻഡ് എന്താ പറയുന്നത്, ഡാനിഷസ്. സോ ഇത്രയാണ് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ്. ഓക്കെ ഗൈസ്, സോ ഞങ്ങളിത് റാവൽസ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. എനിക്ക് പറയാനുള്ളത്, ഹോട്ടൽ പേസിൽ എനിക്ക് ഒരു വാവായിട്ട് തോന്നിയില്ല കേട്ടോ. ഇറ്റ് ഈസ് റിയലി ഗുഡ്. പക്ഷേ ഞങ്ങളുടെ മറ്റേ കുമരകവും അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലീല അല്ലെങ്കിൽ കുമരകത്തുള്ള പ്രോപ്പർട്ടീസ്, CGH അല്ലെങ്കിൽ സാൻഡാരിയ, മാറാരി, അങ്ങനെ പലതും, ഗ്രാൻഡ് ഹയാത്ത്, അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ, കാരണം ഏകദേശം ആ റേഞ്ച് തന്നെയാണല്ലോ വരുന്നത്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ബിഗ് വൗ പ്രോപ്പർട്ടി. പക്ഷേ ഈ ഒരു ഏരിയയിൽ ഐ തിങ്ക് ഇറ്റ്സ് ഡെഫിനറ്റ്ലി ദ ബെസ്റ്റ് പ്രോപ്പർട്ടി ഫോർ എ സ്റ്റേക്കേഷൻ ടൈപ്പ്.
ഫുഡ് വാസ് ഔട്ട്സ്റ്റാൻഡിങ്, സർവീസ് ഇസ് 7 സ്റ്റാർ ഔട്ട് ഓഫ് 5 സ്റ്റാർ. പബ്ലിക് പ്ലേസസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. റൂം എനിക്ക് ഭയങ്കര വാവായിട്ട് തോന്നില്ല, പിന്നെ വ്യൂവും എനിക്ക് അങ്ങനെ ഭയങ്കര സംഭവമായിട്ട് തോന്നില്ല. ബട്ട് ഓവറോൾ 100% റെക്കമെൻഡഡ് ആണ്. എനിക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ആൻഡ് ഡിന്നർ റേറ്റ് വന്ന് ഏകദേശം ഒരു 12,000 സംതിങ് ആണ്. എനിക്ക് IDFCയുടെ ഒരു ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. സോ കുറച്ച് പോയിന്റ്സും ബാക്കി ക്യാഷും കൊടുത്ത് ഞാൻ ചെയ്തത്. സോ എന്തായാലും നിങ്ങൾക്ക് ബാക്കിയുള്ള എന്തായാലും റാവൽസിൽ താമസിച്ചവർ കമൻറ്റ് ചെയ്യുക. ആൻഡ് നാളെ നമ്മൾ നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. സോ നാളെ വേറെ നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.